ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളിവിടെ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് സ്നേഹ. ഞാനൊരു ഹ്യൂജ് സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ആൻഡ് ഐ മേക്ക് വീഡിയോസ് റിലേറ്റഡ് ടു സ്കിൻ കെയർ, ഹെയർ കെയർ, ബോഡി കെയർ. പിന്നെ ഞാൻ മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ലുക്സ് ഒക്കെ ചെയ്യാറുണ്ട്. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ദെൻ കീപ്പ് ഓൺ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഗ്ലാസ് ലൈക്ക് സ്കിൻ ആൻഡ് ഇതുപോലത്തെ ഗ്ലോയി ഡ്യൂയി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കും കൂടിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജ് ആണ്. സോ ഇന്ന് തലേ ദിവസമാണ്. സോ ഇന്ന് ഞാൻ ഈ വെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇത് അത്യാവശ്യം വൈറലായൊരു പ്രൊഡക്റ്റാണ്. സോ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കമന്റ് സെക്ഷനിൽ പിന്നെ കേട്ടോ. ഏത് മേക്കപ്പും അടിപൊളിയാണെങ്കിൽ നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. സോ ഞാൻ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഈസിൻ ട്രീയുടെ അവരുടെ ഗ്രീൻ ടീ ടോണറാണ്. എൻ്റെ കുറച്ച് സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള സ്കിന്നാണ് ഇപ്പോൾ കറൻ്റ് വന്നിട്ട്. സോ ഞാൻ ഫസ്റ്റ് ലെയർ ചെയ്യുന്നത് ഈ ഒരു ടോണറാണ്. ആൻഡ് ഈ ടോണർ മാത്രമല്ല 3-4 ടോണേഴ്സ് ഞാൻ വേറെ ലെയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ വാണ്ട് ദാറ്റ് ഗ്ലാസി ജ്യൂസി പ്ലംബി ലുക്കിംഗ് സ്കിൻ. അതിനുശേഷം എൻ്റെ വൺ ഓഫ് ദ കറന്റ് ഫേവറേറ്റ് ടോണറാണ് ഫ്രം അവർ ഓൺ ഇന്ത്യൻ ബ്രാൻഡ് ഈ ഒരു ഹൈഫിൻ്റെ ടോണർ. കറൻ്റ്ലി ഐ ആം ഓൺ മൈ സെക്കൻഡ് ബോട്ടിൽ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ണു പൂട്ടി വാങ്ങിച്ചു. അത്രയ്ക്ക് അടിപൊളിയാണ്. സ്കിൻ റിപ്പയർ ചെയ്യും, അതുപോലെ നന്നായിട്ട് സൂത്തം ചെയ്യും. ഒരു ഇൻസ്റ്റന്റ് ഒരു ഗ്ലോയി പ്ലംബി ലുക്കിംഗ് സ്കിൻ വരും. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ, ബ്യൂട്ടിഫുൾ റൈറ്റ്. അതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഈസിൻ ട്രീയുടെ ഹൈലോണിക് ആസിഡ് ടോണർ പ്ലസ് ആണ്. ഇതിൽ വളരെ ലോ മോളിക്കുലർ ഹൈലോണിക് ആസിഡ് ആണ്. സോ ഇഫ് യു ആർ ഡ്രൈസ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. പിന്നെ എൻ്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ കോസാർസിന്റെ സ്നെയിൽ മ്യൂസിൻ എസൻസ്. ദിസ് റിപ്പയർസ് മൈ സ്കിൻ ബാരിയർ, ഗിവ്സ് ഇൻസ്റ്റന്റ് ഗ്ലോ ഓൺ ദ സ്കിൻ ആൻഡ് മേക്കപ്പിന് അണ്ടറിലൊക്കെ അടിപൊളിയായിട്ട് ഇത് വർക്ക് ചെയ്യും. കണ്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ വന്ന ഗ്ലോ അടിപൊളിയല്ലേ. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മിനിമലിസ്റ്റിൻ്റെ 2% ആൽഫ ആബോട്ടിൻ സിറാണ്. ഇതിൻ്റെ വൺ ഓഫ് ദ ഹോളി ഗ്രെയിൽ സിറ എന്നൊക്കെ പറയില്ല, അതിതാണ്. സോ ഇതെൻ്റെ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ആക്നെ മാസ് റെഡ്യൂസ് ചെയ്യാനും സ്കിന്നിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് ആഡ് ചെയ്യാനും ഇത് വന്നിട്ട് അടിപൊളിയാണ്. പ്രോബബ്ലി എൻ്റെ ഒരു 12th or 11th ബോട്ടിലായിരിക്കും മേ ബി, ഇഫ് ഐ ആം ഓൾസോ നോട്ട് റോങ്. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു ഫേഷ്യൽ മസാജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ അത് നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം ഞാൻ ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഉള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഈ വിഷ് കെയറിൻ്റെ ഈ ഒരു ഫ്ലൂയിഡ് സൺസ്ക്രീനാണ്. ഇത്രയും ഹൈഡ്രേറ്റിംഗ് ആയ ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്ത ശേഷം ഒരു ഭയങ്കര തിക്കായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സ്കിൻ എന്താവും, ഡൾ ആൻഡ് ഓയിലി ആവും. ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഫ്ലൂയിഡിയാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു സമ്മർ ടൈമിന് ഇത് പെർഫെക്റ്റ് സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ അങ്ങനെ യൂസ് ചെയ്യാം. ഇഫ് യു ഹാവ് ഡ്രൈ സ്കിൻ ദെൻ യു ക്യാൻ യൂസ്. ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ഓഫ് ഗൈസ്, ഇറ്റ്സ് അമേസിങ്. ഇത് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആവും. നമ്മുടെ ഐ സ്റ്റിങ് ചെയ്യത്തില്ല, അതുപോലെ മേക്കപ്പിൻ്റെ അണ്ടറിൽ പൈലാത്തില്ല. സൂപ്പർ സൺസ്ക്രീൻ. സോ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞു. കണ്ടോ, എൻ്റെ സ്കിന്ന് ഭയങ്കര പ്ലംബി ജ്യൂസി ആൻഡ് ഭയങ്കര ഒരു ഗ്ലാസ് ലൈക്ക് സ്കിൻ പോലെ ഇരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ സ്കിൻ കെയർ റൂട്ടീൻ ഐ ഓൾവേസ് ഫോളോ ഫോർ എന്താ പറയുക ഗെറ്റിംഗ് ഗ്ലാസ് സ്കിൻ. സോ ഒരു 5 to 10 minutes ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് മേക്കപ്പിൽ എടുക്കാം. സോ ഞാൻ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പ്രൈമറാണ്. ഇത് മെബ്ലിൻ്റെ അവരുടെ ഫിറ്റ് മീ പ്രൈമറാണ് ഫോർ ഡ്രൈ സ്കിൻ. സോ ഇതൊരു ഡ്യൂയി ഫിനിഷ് ആണ് തരുന്നത്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഓയിലി സ്കിന്നിന് പറ്റിയ വേരിയൻ്റ് കൂടിയിട്ട് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. ബിക്കോസ് ഇത് നമ്മുടെ മേക്കപ്പിനെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. സോ എനിക്ക് ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് എൻ്റെ അണ്ടർ ഏരിയ അതുപോലെ നോസൊക്കെ വന്നിട്ട് ഈസിലി ഓയിലി ആവുന്നൊരു സ്കിന്നാണ്. സോ ഞാനിവിടെ ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഇവരുടെ പോർ മിനിമൈസിങ് പ്രൈമർ വന്നിട്ട് എൻ്റെ അണ്ടർ ഏരിയയിലൊക്കെ യൂസ് ചെയ്യാണ് ഫോർ കൺട്രോളിങ് ഓയിൽ. ആഫ്റ്റർ പ്രൈമർ ഞാൻ ആ ഗ്ലാസ് ലൈക്ക് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കെ ബ്യൂട്ടിയുടെ അവരുടെ ലിക്വിഡ് ഇലിമിനൈസറാണ് യൂസ് ചെയ്യുന്നത് ഇൻ ദി ഷെയ്ഡ് റോസ്. എൻ്റെ വീഡിയോസിൽ മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചിയുടെ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്രയൊരു ഗ്ലോയി ഡ്യൂയി സ്കിൻ കിട്ടുന്നുണ്ട്. ആൻഡ് ദ സീക്രട്ട് ഈസ് ഈ ഒരു കെ ബ്യൂട്ടിയുടെ അവരുടെ ലിക്വിഡ് ഇലിമിനൈസറാണ്. ആൻഡ് അതിനുശേഷം ഞാൻ ഡയറക്റ്റ്ലി പോകുന്നത് ഈ ഒരു ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റ് ഈ ഒരു ഓറഞ്ച് കളർ ഉപയോഗിച്ചിട്ട് ഡാർക്ക് സർക്കിൾ നന്നായിട്ട് കറക്റ്റ് ചെയ്യാണ്. മേക്ക് ഷുവർ യു ആർ യൂസിങ് ദ ലീസ്റ്റ് എമൗണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വന്നിട്ട് നമ്മുടെ മേക്കപ്പിന് അണ്ടറിൽ ഇത് പീക്ക് ത്രൂ ചെയ്യും. അത് വന്നിട്ട് കുറച്ചൊരു അഭംഗിയാണ്. സോ ഇനി ബേസിനായിട്ട് ഞാനിവിടെ ഫൗണ്ടേഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഒരു കൺകോഷൻ ഉണ്ടാക്കുന്നത് ഒരു മാർസിന്റെ BB ക്രീം എടുക്കുക. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടാൻ ആൻഡ് മൈ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഡാർക്ക് ഷെയ്ഡാണ്. അതിനുശേഷം വന്നിട്ട് ഈ ഒരു ഡോട്ട് ആൻഡ് ഗീയുടെ അവരുടെ സ്ട്രോബെറി ഡ്യൂ ഒരു സ്ട്രോപ്പ് ക്രീം ഉണ്ട്. അത് കുറച്ച് അതുമായിട്ട് മിക്സ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് കുറച്ച് ഡാർക്കർ ആയതുകൊണ്ട് എൻ്റെ ഒരു കൺസീലർ ഉണ്ട് പാക്കിൻ്റെ. ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലെ വാമത്ത് പറഞ്ഞത് നന്നായിട്ട് സൂപ്പറായിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആവും. ഈ ഒരു കൺകോഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിൽ ഒരു നാച്ചുറൽ കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു ഫിനിഷാണ് തരിക. ആൻഡ് ഭയങ്കര ഒരു ജ്യൂസി ഗ്ലോയി
അവർ സ്കിൻ ബട്ട് ബെറ്റർ അങ്ങനത്തെ ഒരു ഫിനിഷാണ് തരിക. ഭയങ്കര ബ്യൂട്ടിഫുൾ. നിങ്ങൾ കണ്ടോ, ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ചൂട് കൊണ്ട് കയ്യിൽ ആ ചൂട് കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിട്ട് നമ്മുടെ സ്കിന്ന് പോലെ തന്നെ ഫീൽ ചെയ്യും. ആൻഡ് ഐ ജസ്റ്റ് പേഴ്സണലി ലവ് ദിസ്. ഈ ഒരു ബേസ് വന്നിട്ട് എനിക്ക് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ശേഷം വന്നിട്ട് ഞാൻ അണ്ടർ ഐ ഏരിയയിൽ ഇത് അപ്ലൈ ചെയ്യുന്നില്ല. ദാറ്റ് ബിക്കോസ് ഞങ്ങളുടെ കൺസീലറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കൺസീലറിനായിട്ട് ഞങ്ങളുടെ ഇൻസൈറ്റിൻ്റെ ഈ കൺസീലർ പാലറ്റിന് ഡാർക്കസ്റ്റ് ഷെയ്ഡ് എടുത്തിട്ട് അതെൻ്റെ ഈ പാക്കിൻ്റെ കൺസീലറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. സോ അതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം എൻ്റെ അണ്ടർ ഏരിയയിൽ കുറച്ച് നേരം തന്നെ ലീവ് ചെയ്യും. ബിക്കോസ് എനിക്കൊരു ഫുൾ കവറേജ്, കുറച്ചൊരു കവറേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലീവ് ചെയ്യുന്നത്. ആൻഡ് ബാക്കിയുള്ള പ്രൊഡക്റ്റ് വന്നിട്ട് എൻ്റെ ഈ ഒരു റെഡ് ആക്നെ മസ് ഉണ്ടായിരുന്നു, അവിടേക്ക് വന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യും. ആൻഡ് വൺസ് ആ കൺസീലർ വന്നിട്ട് അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ചെയ്യാം. ഐബ്രോസിനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു എസൻസിൻ്റെ കഴിഞ്ഞു പോയൊരു മസ്കാരയുടെ ബോണ്ടാണ്. ഇത് ഭയങ്കര എന്താണ് പറയുക, ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആണ്. എനിക്ക് എഴുതുന്നതിനേക്കാളും പേഴ്സണലി ഇഷ്ടം വന്നിട്ട് ഇതുപോലെ ഒരു മസ്കാര ബോണ്ട് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ ഇറ്റ് ഗിവ്സ് മോർ നാച്ചുറൽ ലുക്കിംഗ് ഐബ്രോസ്. ഇനി നമുക്ക് നമ്മുടെ കൺസീലർ ബ്ലെൻഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ കപ്സ് ആൻഡ് ലാഷസിൻ്റെ ഈ ഒരു കൺസീലർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. പക്ഷേ അത്രയും പൈസ കുറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിത് ക്വാളിറ്റിയിൽ അവർ നോ കോംപ്രമൈസ്. ഈ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വന്നിട്ട് സ്ട്രോക്സ് ഉണ്ടാവും. സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. 2 ഐൽസിലെയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരുടെയും ഒരു ഫേവറേറ്റ് പാർട്ടാണ് ബ്ലഷ് യൂസ് എന്നുള്ളത്. ഞാനിവിടെ കീരോ ബ്യൂട്ടിയുടെ അവരുടെ ബ്ലഷ് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് ഇൻ ദി ഷെയ്ഡ് വിൻറ്റേജ് റോസ്. സോ വെൻ എ പ്രൊഡക്റ്റ്, എസ്പെഷ്യലി വന്നിട്ട് ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് വെൻ ഹിറ്റ് ദ പാൻ, ദാറ്റ് മീൻസ് ഹൗ മച്ച് വി ലവ് ദ പ്രൊഡക്റ്റ്, റൈറ്റ്? സോ അങ്ങനെ ഞാനും കംപ്ലീറ്റ്ലി കാലിയാക്കിയൊരു ബ്ലഷാണ് ഈ കീരോ ബ്യൂട്ടിയുടെ ബ്ലഷ്. ഇത് വന്നിട്ട് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഡീപ്പർ കോംപ്ലക്ഷനിൽ എനിക്ക് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഫെയർ സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ ഇത് വന്നിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആണ്. ആൻഡ് ഇത് കണ്ടോ, ഞാൻ ഏകദേശം വന്നിട്ട് കാലിയായി. ഏകദേശം നല്ല കംപ്ലീറ്റ്ലി കാലിയായി. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ 1 പ്രൊഡക്റ്റ് വന്നിട്ട് ബ്ലഷ് ആയിരിക്കും ഫോർ ബ്രൗൺ സ്കിൻ. ഇനി ലൈറ്റ് ആയിട്ട് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷുഗറിൻ്റെ ഈ കോണ്ടോർ പാലറ്റിൽ ഈ ഒരു ഷെയ്ഡ് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്യാണ്. ഇനി മേക്കപ്പ് കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യാനും നമ്മുടെ ഈ ബേസ് മേക്കപ്പ് ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാർസിൻ്റെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സെറ്റിംഗ് സ്പ്രേ വന്നിട്ട് അടിപൊളിയായിരിക്കും. ഭയങ്കര അഫോർഡബിൾ ആണ്. 195 പോലെ 200 റേഞ്ചിലൊക്കെ വരുന്നൊരു സ്പ്രേ ആണിത്. സോ ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. സോ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഷുഗറിൻ്റെ ഈ കോണ്ടോർ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ലൈറ്റായിട്ടൊന്നൊരു ട്രാൻസിഷൻ ഷെയ്ഡ് കൊടുക്കുകയാണ്. അതിനുശേഷം മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഫോറെവർ യങ് ഐ ഷാഡോ പാലറ്റ് ഈ 2 ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എൻ്റെ ക്രീസും അതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ആൻഡ് ബ്ലെൻഡിങ് ഈസ് ദ കീ വെൻ കംസ് ടു നമ്മുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. സീംലെസ് ആയിട്ട് നമ്മളെ ഹാർഷായിട്ടുള്ള ലൈൻസ് ഒന്നും കാണാൻ പാടില്ല. സോ അതിനുശേഷം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ട് അതൊന്ന് പ്ലേസ് ചെയ്യണം എൻ്റെ ഐലിഡ്സിൽ. ആൻഡ് നെക്സ്റ്റ് കംസ് ദ ബിഗ് പാർട്ട്, ഈ ഒരു ഐലൈനർ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഒരിക്കലും വന്നിട്ട് ഈ ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 ഐസും വന്നിട്ട് ഒരിക്കലും ഈക്വൽ ആയിട്ട് വരില്ല. സോ ഞാൻ എങ്ങനെയൊക്കെയോ ഐലൈനർ എഴുതുന്നുണ്ട് ആൻഡ് ഫൈനലി ഇറ്റ്സ് കംസ് ഔട്ട് പ്രിറ്റി ഗുഡ്. ആൻഡ് ഒരു പൊട്ടും കൂടി കുത്തി. ആൻഡ് ലിപ്സിനായിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു മാർസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ലിപ് ഗ്ലോസ് ആണ്. അത് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കങ്ങനെ സ്യൂട്ടാകുന്നില്ല. സോ ഞാനത് റിമൂവ് ആക്കിയ ശേഷം എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു റൊമാൻറ്റിൻ്റെ അവരുടെ ജ്യൂസി ലാസ്റ്റ് ടിന്നിൽ വരുന്ന ഈ ഫിഗ് എന്ന് പറയുന്ന ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടിയും എന്താ പറയുക അടിപൊളിയായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ചെറുതായിട്ട് ഞാൻ ഈ മെബിലിൻ്റെ ഈ ഒരു വൈനൽ ഇങ്കില്ലേ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് സോസിയാണെന്ന് തോന്നുന്നു, ഇഫ് ഐ ആം നോട്ട് റോങ്. അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് അപ്ലൈ ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ മേക്കപ്പ് സെറ്റ് ചെയ്യാണ്ട് പോരുത്. സോ ഞാൻ എവിടെയൊക്കെയാണോ കൺസീലർ അപ്ലൈ ചെയ്ത് അവിടേക്ക് വന്നിട്ട് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യാണ്. അതിനുശേഷം സെയിം കെ ബ്യൂട്ടിയുടെ അവരുടെ ലിക്വിഡ് ഇലുമിനൈസർ യൂസ് ചെയ്തിട്ട് എൻ്റെ ചീക്ക് ബോൺ ഏരിയയിലൊക്കെ വന്നിട്ട് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യാണ്.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എൻ്റെ ഈ ഇന്നത്തെ ബേസ് വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര സീംലെസ് ആണ്. ആൻഡ് നമ്മൾ ഇത്രയും പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യില്ല, ബിക്കോസ് ഇറ്റ്സ് ടു നാച്ചുറൽ. നമ്മുടെ സ്കിന്ന് പോലെ തന്നെ ഫീൽ ചെയ്യും. ആൻഡ് ഇത് ഏകദേശം വന്നിട്ട് ഒരു ഹോൾ ഡേ തന്നെ ലാസ്റ്റ് ചെയ്തു. ഒരു 11 o'clock തൊട്ടിട്ടൊരു ഈവനിങ് ഒരു 6 o'clock വരെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെയാണ് കമൻറ്റ് ചെയ്യുക.